ഈ കഥ ഞാൻ 2 വർഷം മുമ്പ് എഴുതിയതാണ്. സത്യത്തിൽ ഇത് ഒരു കഥയല്ല. സൗദിയിൽ എന്റെ കൂടെ ജോലി ചെയ്തിരുന്ന എന്റെ ജ്യേഷ്ഠതുല്യനായ ഒരാളുടെ ജീവിതമായിരുന്നു. അന്ന് ഞാൻ FBയിൽ ഈ കഥ പോസ്റ്റ് ചെയ്തപ്പോൾ ഒരുപാട് പേർ എന്നെ അഭിനന്ദിച്ചു. വർഷങ്ങൾക്കിപ്പുറം ഒരാഴ്ച മുമ്പ് ഇതിലെ നായകനും നായികയും കണ്ടുമുട്ടി സൗദിയിൽ വെച്ച്. അതിന് കാരണമായതും ഈ കഥയാണ്. ഇന്ന് 2 പേർക്കും 2 കുടുംബങ്ങളുണ്ടെങ്കിലും അവരുടെ ആ പഴയ പ്രണയത്തിലെ തെറ്റിദ്ധാരണകൾ തീർന്നത് ഈ കഥ വായിച്ചപ്പോഴാണ്. ഈ കഥ നിങ്ങൾക്ക് മുന്നിൽ ഞാൻ അവതരിപ്പിക്കുകയാണ്. അറിയാതെ പോയ പ്രണയം. വർഷം 2001. 5 വർഷത്തെ ഏകാന്തത നിറഞ്ഞ പ്രവാസ ജീവിതത്തിന് വിരാമമിട്ടുകൊണ്ട് അയാൾ നാട്ടിലെത്തി. പഴയ തറവാടിന് മുന്നിൽ തല ഉയർത്തി നിൽക്കുന്ന 2 നില വീട്ടിലേക്ക് അയാൾ അഭിമാനത്തോടെ നോക്കി. 5 വർഷത്തെ തന്റെ അധ്വാനത്തിന്റെ ഫലം. അന്ന് തന്നെ ഉമ്മയും മകനും പുതിയ വീട്ടിലേക്ക് താമസം മാറി. വർഷങ്ങൾക്ക് ശേഷം ഉമ്മയുടെ കൈകൊണ്ടുണ്ടാക്കിയ രുചികരമായ ഭക്ഷണം കഴിച്ചതുകൊണ്ടാവണം അയാൾ അന്ന് രാത്രി നന്നായി ഉറങ്ങി. കാലത്ത് ഉമ്മയുടെ നിലവിളി കേട്ടാണ് അവൻ ഉണർന്ന്. എന്താ ഉമ്മ, എന്തുപറ്റി? മോനെ, നമ്മുടെ തറവാട്ടിൽ കള്ളം കയറി. അയാൾ പഴയ വീട്ടിലേക്ക് കയറി. വാതിൽ കുത്തിപ്പൊളിച്ചിരിക്കുകയാണ്. അയാളുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിടർന്നു. ഇതിനാണ് ഉമ്മ നിലവിളിക്കുന്നത്? ഏതായാലും പൊളിക്കാനിരുന്ന വീടല്ലേ. കള്ളൻ തന്നെ കട്ടിലിളക്കിയതുകൊണ്ട് കാര്യങ്ങളൊക്കെ എളുപ്പമായില്ലേ. അയാൾ തന്റെ പഴയ റൂമിലേക്ക് കടന്നു. സാധനങ്ങളെല്ലാം വലിച്ചുവാരിയിട്ടിരിക്കുകയാണ്. തന്റെ പഴയ പുസ്തകങ്ങൾ, ട്രോഫികൾ, വസ്ത്രങ്ങൾ, സ്നേഹം വരികളിലാക്കിയ ആ പഴയ 10ാം ക്ലാസ്സിലെ ഓട്ടോഗ്രാഫ്. ഒരുപാട് വർഷത്തെ തന്റെ ഓർമ്മകളാണ് അവിടെ ഛിന്നഭിന്നമായി കിടക്കുന്നതെന്ന് അയാൾ ഓർത്തു. പഴയ കുട്ടിക്കൂറ പൗഡറിന്റെ മണമുള്ള ആ പഴയ വസ്ത്രങ്ങളെല്ലാം അയാൾ പെറുക്കിക്കൂട്ടി. പാവം ഉമ്മ 5 വർഷം എല്ലാം തനിക്ക് വേണ്ടി സൂക്ഷിച്ചിരിക്കുന്നു. പഴംതുണികളുടെ കൂട്ടത്തിൽ നിന്നും അയാൾ ഒരു ജീൻസ് പാന്റ് പൊക്കിയെടുത്തു. റഫ് ആൻഡ് ടഫ്. അക്ഷയ്കുമാർ വില്ലന്മാരെ അടിച്ചു പറത്തുന്ന റഫ് ആൻഡ് ടഫിന്റെ പരസ്യം കണ്ട് മയങ്ങി ഉപ്പയുടെ കാല് പിടിച്ച് വാങ്ങിച്ച ജീൻസ്. 5 വർഷത്തോളം താൻ ഉടുത്തിട്ടുണ്ടാവണം. നീല കളറുള്ള ഇപ്പോൾ നിറമങ്ങിയ ഈ ജീൻസ്. അയാൾ പാന്റൊന്ന് കുടഞ്ഞു. പെട്ടെന്ന് ജീൻസിന്റെ പോക്കറ്റിൽ നിന്ന് ഒരു കടലാസ് കഷ്ണം താഴേക്ക് വീണു. അയാൾ കൗതുകത്തോടെ ആ പേപ്പർ എടുത്തു. പൊടി പിടിച്ച് ചുക്കിച്ചുളിഞ്ഞ ആ കടലാസു തുണ്ടിന്റെ പുറത്തെഴുതിയ വാക്കുകൾ അയാൾ ജിജ്ഞാസയോടെ നോക്കി. 2 രൂപയുടെ പഴയ റെയ്നോൾഡ്സ് പേന കൊണ്ട് വടിവത്ത അക്ഷരത്തിൽ ഉരുട്ടി എഴുതിയത്. സ്നേഹപൂർവ്വം ഗഫൂർക്കാക്ക് ഹസീന എഴുതുന്നത്. അവന്റെ ഹൃദയം ഒന്ന് പിടഞ്ഞു. കണ്ണുകൾ വിടർന്നു. ഹസീന, ഹസീന. ഓർമ്മകൾ ഭൂതകാലത്തിലേക്ക് സഞ്ചരിച്ചു. ആരായിരുന്നു തനിക്ക് ഹസീന? ഒരു കളിക്കൂട്ടുകാരി, അല്ലെങ്കിൽ ഒരു ബാല്യസഖി? അല്ല, അതിനുമപ്പുറം തനിക്ക് എല്ലാമായിരുന്നു ഹസീന. തന്റെ വീട്ടിൽ നിന്ന് 3 വീട് അപ്പുറമായിരുന്നു അവളുടെ വീട്. പഠനവും കളികളും എല്ലാം ഒരുമിച്ചായിരുന്നു. കാലത്തെണീറ്റ് പട്ടാളം രാജേട്ടന്റെ തൊടിയിലെ ഞാവൽ മരത്തിന്റെ ചുവട്ടിൽ ഞാവൽ പെറുക്കാൻ പോയത്. പെറുക്കിയ ഞാവലുകൾ തേക്കില കൊണ്ട് കുമ്പിൽ കുത്തി അതിൽ നിറച്ചത്. സ്കൂൾ വിട്ടുവന്നാൽ കൂമ്പൻ കുന്നിലെ ചാത്തഞ്ചിറപ്പറമ്പിൽ തെച്ചിപ്പഴം മറുക്കാൻ പോയത്. വീടിനു മുന്നിലൂടെ ഒഴുകുന്ന തോട്ടിൽ നിന്നും തോർത്തുകൊണ്ട് മീൻ കോരിപ്പിടിച്ചത്. കിട്ടിയ മീനുകളെ സുർക്കക്കുപ്പിയിൽ വെള്ളം നിറച്ച് അതിൽ വളർത്തിയത്. എല്ലാത്തിനും അവളുടെ കൂടെ ഞാനുണ്ടായിരുന്നു. ഗോപാലേട്ടന്റെ കടയിൽ നിന്നും സൈക്കിൾ വാടകയ്ക്കെടുത്ത് അവളെ പഠിപ്പിച്ചത്. അതിന്റെ പേരിൽ ഉപ്പ കെട്ടിയിട്ട് തല്ലിയത്. കുണ്ടംകുളത്തിൽ കുളിക്കുമ്പോൾ മുങ്ങിപ്പോയപ്പോൾ ജീവൻ പണം വെച്ച് അവളെ താൻ രക്ഷിച്ചത്. ഒടുവിൽ എന്റെ കൈകളിൽ കിടത്തി അവളെ നീന്തൽ പഠിപ്പിച്ചത്. ഒന്നും മറക്കാൻ കഴിയില്ല. പലപ്പോഴും അവൾ ചെയ്യുന്ന തെറ്റുകൾക്ക് താനാണ് ശിക്ഷ വാങ്ങിയിരുന്നത്. കാരണം അവളുടെ കണ്ണുകൾ നിറയുന്നത് കുട്ടിക്കാലം തൊട്ട് എനിക്ക് സഹിക്കാൻ കഴിയില്ലായിരുന്നു. മദ്രസയിൽ പോകുമ്പോൾ അവളെ കടിക്കാൻ വന്ന സൈതാലിക്കയുടെ നായയുടെ കാല് തല്ലി ഒടിച്ചതും അതിന്റെ പേരിൽ അടി വാങ്ങിയതും അവൾക്ക് വേണ്ടിയായിരുന്നു. ഞാൻ വളരുന്നതിനോടൊപ്പം അവളോടുള്ള എന്റെ മൊഹബത്തും വളരുകയായിരുന്നു. പക്ഷേ അവൾ വളരുന്നതിനനുസരിച്ച് അവൾക്ക് എന്നോടുള്ള ഇഷ്ടം കുറയുകയായിരുന്നു. എന്താണ് അവൾക്ക് സംഭവിച്ചതെന്നറിയില്ല. ഹൈസ്കൂളിൽ എത്തിയതോടെ അവൾ എന്നോടുള്ള മിണ്ടാട്ടം പോലും നിർത്തി. മനഃപൂർവ്വം അവൾ എന്നെ അവഗണിച്ചു തുടങ്ങി. ഒരിക്കൽ അവളുടെ പേര് എന്റെ നോട്ട്ബുക്കിൽ എഴുതിയത് കണ്ട് വികൃതിയായ രഞ്ജിത്ത് ചുമരിൽ മുഴുവൻ എന്റെയും അവളുടെയും പേര് എഴുതി വെച്ചു. അന്ന് പൊട്ടിക്കരഞ്ഞവൾ ഹെഡ്മാസ്റ്ററോട് പരാതി പറഞ്ഞു. അന്ന് മാസ്റ്റർ ഒരു ചൂരൽ മുറിവോളം തല്ലി. അന്ന് വേദനിച്ചത് ശരീരത്തിനല്ലായിരുന്നു, എന്റെ മനസ്സിനായിരുന്നു. ഒരുപാട് കരഞ്ഞന്നു ഞാൻ, അവളുടെ ദുഷ്ടമനസ്സോർത്ത്. പിന്നീട് ഒരിക്കൽ അപ്രതീക്ഷിതമായി പെയ്ത മഴയിൽ അവൾ നനഞ്ഞു കുതിർന്നപ്പോൾ തന്റെ കൂടെ അവൾക്ക് നൽകി താൻ മഴ നനഞ്ഞു പോയിട്ടുണ്ട്. ഒരാഴ്ച മുഴുവൻ പനിച്ചു കിടന്നപ്പോൾ പോലും അവളൊന്ന് തിരിഞ്ഞു നോക്കിയിട്ടില്ല. അത്രയ്ക്ക് വെറുക്കാൻ മാത്രം താൻ എന്ത് തെറ്റാണ് ചെയ്തതെന്ന് അറിയില്ലായിരുന്നു. പിന്നീട് 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ അവൾ പ്രീ ഡിഗ്രിക്ക് ചേർന്നു. താൻ ഉപ്പയുടെ കൂടെ ചെന്നൈയിലേക്കും പോയി. പിന്നീട് അവളെ കാണുന്ന പോലും വിരളമായി. ഒടുവിൽ ഉപ്പയുടെ സുഹൃത്ത് അയച്ചു തന്ന വിസയിൽ പാസ്പോർട്ടിൽ വയസ്സ് കൂട്ടി ഗൾഫിലേക്ക് പോവാൻ താൻ തീരുമാനിച്ചു. പോകുന്നതിന്റെ തലേ ദിവസം അവൾ കോളേജ് വിട്ടു വരുന്നതും കാത്ത് വീട്ടിലേക്കുള്ള ഇടവഴിയിൽ താൻ കാത്തുനിന്നു. 2 വർഷവും മുള്ളിവേലി കൊണ്ട് കെട്ടിയ ആ ടാർ ചെയ്യാത്ത റോഡിൽ അടുത്തുള്ള ചീമക്കൊന്നകളെയും നോക്കി ഞാനിരുന്നു.
അവൾ വന്നപ്പോൾ അവളെ തടഞ്ഞു നിർത്തി. അവളുടെ വെള്ളാരം കണ്ണുകളിലേക്ക് നോക്കിയപ്പോൾ പ്രാന്ത് പിടിക്കുന്ന പോലെ തോന്നി. ഹസീന, എന്നെ ഒഴിവാക്കാൻ മാത്രം ഞാൻ എന്ത് തെറ്റാണ് നിന്നോട് ചെയ്തത്? എന്തുകൊണ്ട് നീ എന്റെ സ്നേഹം മനസ്സിലാക്കുന്നില്ല? 1-2 മാസമല്ല, കഴിഞ്ഞ 15 വർഷമായി ഞാൻ നിന്റെ പിറകെ നടക്കുകയാണ്. കഴിഞ്ഞ കുറെ വർഷമായി നീ എന്നോടൊന്നും മിണ്ടിയിട്ട് പോലുമില്ല. എന്തിന്? എന്റെ മുഖത്ത് പോലും നീ നോക്കിയിട്ടില്ല. ഞാൻ എന്ത് തെറ്റാണ് ഹസീന ചെയ്തത്? അവന്റെ കണ്ണുകൾ നിറഞ്ഞു, സ്വരമിടറി. പണ്ട് നീ കുളത്തിൽ മുങ്ങിപ്പൊങ്ങിയപ്പോ ഈ കൈകൾ കൊണ്ടാണ് ഞാൻ നിന്നെ രക്ഷിച്ചത്. എനിക്ക് നിന്നെ മറക്കാൻ കഴിയില്ല ഹസീന. അത്രയ്ക്ക് ഞാൻ നിന്നെ സ്നേഹിച്ചു പോയി. എന്നാൽ അവന്റെ കണ്ണീർ കണ്ടിട്ടും അവൾക്ക് ഒരു ഭാവഭേദവും ഉണ്ടായില്ല. എനിക്ക് പോണം. അവന്റെ കൈ തട്ടി മാറ്റി അവൾ നടന്നു. നീ പൊക്കോ, ഏത് നരകത്തിൽ വേണേലും പൊക്കോ. ഒരു നാൾ നീ എന്റെ സ്നേഹം തിരിച്ചറിയും. അന്ന് നീ എന്നെ ഓർത്ത് കരയും, എന്നെ ഓർത്ത് സങ്കടപ്പെടും. മനസ്സ് നൊന്ന് ഞാൻ പറയുകയാടി, നീ എന്നെ ഓർത്ത് കരയും. ഒന്നും കൂടി കേട്ടോ, നിന്റെ കല്യാണം കഴിയാതെ ഇനി ഈ ഗഫൂർ ഗൾഫിൽ നിന്നും വരികയില്ല. ആരെങ്കിലൊക്കെ കെട്ടി നീ സന്തോഷത്തോടെ കഴിഞ്ഞോ? അന്ന് രാത്രി വീട്ടിൽ ബന്ധുക്കൾ എല്ലാവരും എത്തിയിരുന്നു എന്നെ യാത്രയാക്കാൻ. വെളുപ്പിനായിരുന്നു ഫ്ലൈറ്റ്. അന്ന് അയൽവാസിയും സുഹൃത്തുമായ മനാഫ് ഓടി വന്ന് കയ്യിൽ തന്നതാണ് ഈ കത്ത്. ഉപ്പയും ഉമ്മയും അടുത്തുണ്ടായതുകൊണ്ടായിരിക്കണം അത് ഹസീന തന്നാണെന്ന് അവൻ പറഞ്ഞില്ല. തിരക്കിനിടയിൽ ഞാനും അത് എന്താണെന്ന് നോക്കാതെ പോക്കറ്റിൽ തിരുകി. ഇപ്പോൾ 5 വർഷത്തിന് ശേഷം അന്ന് ഞാൻ വായിക്കാതെ പോയ അവളുടെ കത്ത്. എന്തായിരിക്കും അവൾ ഇതിനകത്ത് എഴുതിയിരിക്കുക? വിറക്കുന്ന കൈകളോടെ അയാൾ ആ കത്ത് തുറന്നു. എനിക്കറിയാം ഗഫൂർക്കാക്ക് എന്നോട് ദേഷ്യമായിരിക്കുമെന്ന്. എന്താണ് ഞാൻ കുറെ വർഷങ്ങളായി ഇക്കയെ ഒഴിവാക്കുന്നതെന്ന് ഓർത്തിട്ടുണ്ടോ? വായിക്കും തോറും അയാളുടെ ഹൃദയമിടിപ്പ് കൂടിക്കൂടി വന്നു. ഇക്ക എന്നെ സ്നേഹിക്കുന്നതിന്റെ 100 മടങ്ങ് ഞാൻ ഇക്കയെ സ്നേഹിക്കുന്നുണ്ട്. എന്നെയുള്ള സ്നേഹം ഇക്കാക്ക് പ്രകടിപ്പിക്കാനെങ്കിലും കഴിഞ്ഞു. പക്ഷെ കഴിഞ്ഞ 10 വർഷം ഇക്കയുള്ള സ്നേഹം ഞാൻ മനസ്സിൽ കുഴിച്ചു മൂടുകയായിരുന്നു. ഒരാളോട് പോലും പറയാൻ കഴിയാതെ, പ്രകടിപ്പിക്കാൻ കഴിയാതെ ഞാൻ സ്വയം നീറുകയായിരുന്നു. ഇക്കയെ കാണുമ്പോൾ ഞാൻ സ്വയം മറക്കും എന്ന് വിചാരിച്ചിട്ടാണ് പലപ്പോഴും ഞാൻ ഒഴിഞ്ഞു മാറിയത്. എനിക്ക് കൂടുതൽ പഠിക്കണം, ഒരു ടീച്ചറാവണം. നമ്മുടെ സമുദായത്തിൽ 10ാം ക്ലാസ് കഴിഞ്ഞാൽ കെട്ടിച്ചു വിടും. ഞാനും ഇക്കയെ സ്നേഹിച്ചിരുന്നെങ്കിൽ നമ്മൾ പലയിടത്ത് വെച്ചും കാണുമായിരുന്നു, ഒന്നിക്കുമായിരുന്നു. അത് ആരെങ്കിലും കണ്ട് ഉപ്പയോട് പറയുകയും ചെയ്യും. അതോടെ തീരുമെല്ലാം. ഉപ്പയുടെ സ്വഭാവം അറിയാമല്ലോ. ഉടനെ ഏതെങ്കിലും ഒരു കോന്തനെ കൊണ്ട് കെട്ടിക്കുകയും ചെയ്യും. അതാ ഞാൻ ഇക്കയെ ഒഴിവാക്കിയത്. അല്ലാതെ ഇഷ്ടക്കേട് കൊണ്ടല്ല, ഇഷ്ടക്കൂടുതൽ കൊണ്ടാ. അന്ന് ഹെഡ് മാസ്റ്റർ അടിച്ച അന്ന് ഒരാഴ്ച ഞാൻ ഉറങ്ങിയിട്ടില്ല. ഞാൻ കരയുകയായിരുന്നു രാത്രി മുഴുവൻ. മഴ കൊണ്ട് പനി പിടിച്ചത് ഓർമ്മയില്ലേ? പിറ്റേന്ന് പെയ്ത മഴ മുഴുവൻ ഞാൻ തൊടിയിലിരുന്ന് നനഞ്ഞു ഇക്കാക്ക് വേണ്ടി. ഇപ്പൊ ഇക്ക ചെയ്യുന്നതാണ് ശരി. ഇക്ക ഗൾഫിലേക്ക് പോയിക്കോളൂ. 2 വർഷം കഴിഞ്ഞു വാ. എന്നിട്ട് അന്തസ്സായി എന്റെ ഉപ്പയോടെ എന്നെ കെട്ടിച്ചു തരാൻ പറ. ഞാൻ കാത്തിരിക്കാം എന്റെ ഇക്കാക്ക് വേണ്ടി. നിറ കണ്ണുകളോടെ സ്നേഹപൂർവ്വം ഹസീന. അയാളുടെ മിഴികൾ നിറഞ്ഞു. 2 കണ്ണീർ ആ പേപ്പറിൽ വീണു. ഈ പഴംതുണികൾക്കിടയിൽ കഴിഞ്ഞ 5 വർഷമായി ഞാൻ കാണാതെ പോയ അവളുടെ ഹൃദയം. അവളോടുള്ള ദേഷ്യം കൊണ്ടല്ലേ അവളുടെ കല്യാണം കഴിയും വരെ താൻ ഗൾഫിൽ നിന്ന്. ഒടുവിൽ അവളുടെ കല്യാണം കഴിഞ്ഞു എന്നറിഞ്ഞപ്പോൾ താൻ മടങ്ങിയെത്തി. അപ്പോൾ ഞാൻ എന്ത് ചതിയാണ് അവളോട് ചെയ്തത്? ഈ കത്ത് വായിക്കാൻ ഞാൻ 5 വർഷം വൈകി. പടച്ചോനെ. ഉമ്മ, ഹസീനെ ആരാ കല്യാണം കഴിച്ചത്? ആ മോനെ, അവളിപ്പോൾ ഒരു കോളേജിലെ ടീച്ചറാണ്. അവളുടെ കോളേജിൽ വേറെ ഏതോ മാഷാണ് കെട്ടിയത്. പാവം, അവൾക്ക് ആരോടോ മൊഹബത്ത് ഉണ്ടായിരുന്നു. അതാ ഇത്രയും കാലം അവൾ കാത്തിരുന്ന്. അയാൾ അവളെ കയ്യൊഴിഞ്ഞെന്ന് തോന്നുന്നു. ദുഷ്ടൻ. ആ പാവത്തിനെ ചതിച്ച അവനൊന്നും ഒരു കാലത്തും കുണം പിടിക്കില്ല. പാവം, നിന്റെ കത്ത് വരുമ്പോ അവൾ ഓടി വരും. അവളാ എനിക്ക് കത്തെല്ലാം വായിച്ചു തന്നിരുന്നത്. പക്ഷെ നീ ഒറ്റ കത്തിൽ പോലും അവളുടെ വിശേഷം ചോദിക്കാതിരുന്ന് മോശമായിപ്പോയി മോനെ. അവൾ നിന്റെ കളിക്കൂട്ടുകാരിയല്ലേ? അയാളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകിയായിരുന്നു. ഉമ്മാക്കറിയുമോ അവൾ ആരെയാണ് സ്നേഹിച്ചിരുന്നതെന്ന്? ഇല്ല മോനെ. ഉമ്മ അയാളുടെ മുഖത്തേക്ക് നോക്കി. അയാൾ പതിയെ തല താഴ്ത്തി. കണ്ണീർ കവിളിലൂടെ ഒലിച്ചിറങ്ങി. ആകാശത്ത് മേഘങ്ങൾ ഉരുണ്ടുകൂടി. അയാൾ ഉമ്മയുടെ നേരെ നോക്കി കൈകൂപ്പി. ഞാനായിരുന്നു ഉമ്മ, ആ ദുഷ്ടൻ. അയാളുടെ സങ്കടം കണ്ടിട്ടാവണം മഴമേഘങ്ങൾ പെയ്യാൻ തുടങ്ങി. ചുട്ടുപഴുത്ത മനസ്സിന് അല്പമെങ്കിലും ആശ്വാസം പകരാൻ അയാൾ ആ മഴയിലേക്ക് ഇറങ്ങി. സ്നേഹപൂർവം, ഷാഹുൽ മലയിൽ.